നമസ്കാരം. ഗുജറാത്തിലെ 4ാമത്തെ വലിയ നഗരമായ രാജ്കോട്ടിലേക്ക് ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. ഞങ്ങളിപ്പോൾ വിറങ്കം എന്നൊരു സ്ഥലത്താണ്. ഇവിടുന്ന് 182 കിലോമീറ്റർ ഉണ്ട് രാജ്കോട്ടിലേക്ക്. ജബൽപൂരിൽ നിന്ന് വെരാവലിലേക്ക് പോകുന്നൊരു എക്സ്പ്രസ് ഉണ്ട്. ആ ട്രെയിന് അൺറിസർവ്ഡിൽ ഞങ്ങളിനിയിപ്പം രാജ്കോട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇതാ ഈ ഭാഗത്താണ്. ഇതാണ് വിറങ്കം ജംഗ്ഷൻ. പുതിയ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെയാണ്. പഴയ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങൾ ഇവിടെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് അൺറിസർവ്ഡ് ടിക്കറ്റ് എടുക്കാം. ട്രെയിൻ വരുന്നുണ്ടെന്നാ തോന്നുന്നതാ. ട്രെയിൻ എത്തി. പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ കയറി അതിൽ കയറി പോവാം. കുറച്ച് ലേറ്റായി പോയി. ദേ ട്രെയിൻ വരികയാണ്. അൺറിസർവ്ഡ് മുന്നിലും ഉണ്ടാവും പുറകിലും ഉണ്ടാവും. മുന്നിൽ തിരക്കുണ്ടോ നോക്കാം നമുക്ക്. ഇവിടെ തിരക്കുണ്ടെങ്കിൽ പുറകിൽ കയറുമോ. നല്ല തിരക്കുണ്ട്. പക്ഷെ അകത്തെല്ലാം സീറ്റും കാണുന്നുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങുമായിരിക്കും. എന്തായാലും ഇവിടെ കയറുന്നില്ല, പുറകിൽ കയറാം. സുരേന്ദ്രനഗറൊക്കെ കഴിഞ്ഞു. ട്രെയിനിപ്പോൾ വാങ്കിനീർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഒരു സൈഡ് സീറ്റ് ഒപ്പിച്ചത്. 11:35 ആയി. ഇനിയിപ്പോൾ അടുത്ത് തന്നെയാണ് രാജ്കോട്ട്. ട്രെയിനിപ്പോൾ രാജ്കോട്ടിലെത്തി. ഇവിടെ ഒരു പാലമുണ്ട്. ഇതിൻ്റെ തൊട്ട് മുൻഭാഗത്തായി ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഭാഗത്തെല്ലാം. 12:24 ട്രെയിൻ അങ്ങനെ രാജ്കോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. ഒരു വെറൈറ്റി അൺറിസർവ്ഡ് ജേർണി ആയിരുന്നു. കാരണം നല്ല ചൂടല്ലേ, വെന്തുരുകയായിരുന്നു അതിൻ്റെ അകത്തുനിന്ന്. ഇനിയിപ്പോൾ ഈ ട്രെയിൻ വെരാവലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. നമുക്കിനിയിപ്പോൾ നേരെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഏറ്റവും മുകളിൽ ഒരു ചെറിയൊരു ലോക്കോമോട്ടീവിൻ്റെ ഒരു സ്റ്റാച്ചു കാണാം. ഇതെന്തായാലും ഒരു വെറൈറ്റി ആയി. അപ്പോൾ ഇതാണ് രാജ്കോട്ട് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു മെയിൻ ഭാഗത്തെ കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ ഒരുപാട് ടാക്സിയൊക്കെ ഷെയർ വണ്ടിയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിറങ്കത്ത് നിന്ന് രാജ്കോട്ട് വരെ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 75 രൂപയാണ്. 2 പേർക്ക് 150 രൂപയായി. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് രാജ്കോട്ട് താമസിക്കുന്നുണ്ട്. ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. 2 കിലോമീറ്റർ ദൂരമുണ്ട് റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി. പക്ഷേ നടക്കാം, കുഴപ്പമില്ല. ഒരുപാട് കാഴ്ചകളൊക്കെ കാണണമല്ലോ. പക്ഷേ ഈ വെയിലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സൂര്യയുടെ ശക്തിയോടെ ഇവിടെ കത്തി നിൽക്കുകയാണ്. ഇത് ബസ് സ്റ്റാൻഡ്. ഈ നമുക്ക് പോകേണ്ടത് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് തന്നെയാ. അപ്പൊ ഈ ഷെയർ വണ്ടിക്കായാലും പോയാൽ മതിയായിരുന്നു. റെയിൽവേ സ്റ്റേഷന്റെ ഇവിടുന്ന് ആ നേരത്തെ കണ്ട ഓട്ടോ ഇല്ലേ, അതിൽ തന്നെ കയറി ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ റൂം ഉള്ളത്. പിന്നെ നേരെ ഈ ഷെയർ വണ്ടിക്ക് പോവാന്ന് കരുതി. നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസാ. പുറകോട്ട് തിരിഞ്ഞിരുന്ന് പോവുക. റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഓട്ടോ സ്പെഷ്യലാക്കി പോകേണ്ട കാര്യമൊന്നും വരുന്നില്ല. നമുക്ക് ഇതേപോലെയുള്ള ഷെയർ വണ്ടിക്ക് പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇരിക്കാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ല, നമ്മുടെ നാട് പോലെ ഇത് ഇവിടെ എല്ലാം വ്യത്യസ്തമാണല്ലോ. ഒരു വണ്ടിയിൽ 6-8 ആൾക്കാരൊക്കെ കയറിയിട്ടാണ് പോകുന്നത്. ശരിക്കുണ്ടല്ല, നമ്മുടെ നാട്ടില് ആ നടുക്ക് ഭാഗത്തിൽ ഇരിക്കാൻ പറ്റും മാക്സിമം 4 ആൾക്കാർ. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുമ്പിലൊക്കെ ഇരിക്കും. അതെ അതെ. ഗുജറാത്തിൽ എന്ന് പറഞ്ഞാല് കർണാടക പോലെ എല്ലായിടത്തും അങ്ങനെയാണ്. നമ്മുടെ സംസ്ഥാനത്തിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ സീറ്റ് ഉണ്ടാക്കാം അതാണ് നോക്കുന്നത്. ഞങ്ങൾ ഇവിടെയാണ് ഓട്ടോ വന്നിറങ്ങിയത്. ഒരാൾക്ക് 30 രൂപയാണ് ആയത്. അതായത് രാജ്കോട്ട് ബസ് സ്പോട്ട് ഈ ഭാഗത്ത്. ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങൾ ആദ്യം പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ് ഉച്ചയ്ക്ക്. അതിനുശേഷം ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോവാം. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. നല്ലൊന്ന് നോക്കി കയറാം. ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. വലിയ ബസ് സ്റ്റാൻഡ് തന്നെയാണ്. ഇവിടെ GSRTC. അതുപോലെ തന്നെ ഇവിടെ ഒരു വോൾവോ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു AC ബസ് കൂടി ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കേറിയൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണ്. ഏതൊക്കെ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ് ഇവിടെയൊക്കെ ഉള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഗുജറാത്തിൻ്റെ പല ഭാഗത്തേക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. വൃത്തിയൊക്കെ ഉണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത്. ഈ ബസ്സില്ലേ, ഇത് നേരെ അഹമ്മദാബാദിലേക്ക് പോകുന്ന വണ്ടിയാണ്. നല്ല എടുപ്പുണ്ട് GSRTC കാണാൻ. ഇവിടെ അടുത്ത വണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന വോൾവോ ഇല്ലേ, ഇത് രാജ്കോട്ട് വഡോദരയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം.
ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. താലിയാണ് ഉച്ചക്ക് കഴിക്കുന്നത്. ഇത് അൺലിമിറ്റഡ് താലിയാണ്. അതിൻ്റെ കൂടെ തന്നെ സംഭാരമൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതാ ഒരുപാട് കറിക്കൂട്ടുകൾ ഇവിടെയുണ്ട്. ഈ നവീൻ്റെ താലി ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പം നിലവിലിപ്പം പപ്പടം വന്നിട്ടുണ്ട്, പിന്നെ റൊട്ടി വന്നിട്ടുണ്ട്, പിന്നെ ദാല് വന്നിട്ടുണ്ട്, പിന്നെ ഓരോ കറികൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇനിയിപ്പോൾ റൈസും കൂടെ വരും. ഒരു താലിക്ക് 150 രൂപയാണ് ചാർജ്. അൺലിമിറ്റഡ് ആണ്, എത്ര വേണം കഴിക്കാം. റൈസ് സെർവ് ചെയ്യുകയാണ്. റൊട്ടി തന്നെ 6 കഴിച്ചു ഇപ്പോഴും. ഞങ്ങളന്ന് ഗുജറാത്തിലെ ജാംനഗറിൽ പോയ സമയത്ത് ഗുജറാത്തി താലി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഗുജറാത്തി താലിയല്ല, വേറൊരു സ്പെഷ്യൽ താലിയാണ്. ഏതായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കഴിച്ച താലിന്റെ പേര് കത്യാവാടി താലി എന്നാണ്. അതായത് ഈ ഗുജറാത്തിലെ സൗരാഷ്ട്ര ഭാഗത്താണ് ഈ താലി കൂടുതലായും കിട്ടുന്നത്. നല്ല അടിപൊളി താലി തന്നെയായിരുന്നു. അൺലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് എത്രയും കഴിക്കാമല്ലോ. സംഭാരം എന്നൊക്കെ പറഞ്ഞ് ഞാനിവനൊക്കെ 5 ഗ്ലാസ്സൊക്കെ വീതാണ് കഴിച്ചത്. എന്താവുന്നൊന്നും അറിയില്ല അല്ലേ. ഒരുപാട് കിട്ടി, അടിപൊളി ടേസ്റ്റ് കിട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഗുജറാത്തിൽ വന്നിട്ട് ഇത്രയും ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചത്. നമ്മൾ കഴിക്കാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നി. ടേസ്റ്റ് ഒരുപാട് ഭക്ഷണങ്ങൾ ഇനിയും ഉണ്ട്. അതായത് നമ്മൾ കഴിച്ച ഹോട്ടലിൻ്റെ പേര് പറയണമല്ലോ. ഇവിടെ നിന്നാണ് മാധവ് റെസ്റ്റോറൻ്റ് നിന്നാണ് കഴിച്ചത്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു 600 മീറ്ററേ ഉള്ളൂ നമ്മൾ ബുക്ക് ചെയ്ത റൂമിൻ്റെ ഭാഗത്തോട്ട്. നേരെ റൂമിലോട്ട് പോവാം. ഇപ്പോൾ 1:30 സമയം. ഇവിടെയാണ് റൂം ബുക്ക് ചെയ്തത്. ഹോട്ടൽ സാമ്രാട്ട് ഇൻ്റർനാഷണൽ. ഇതാ ഇവിടെ. ഇനിയിപ്പോൾ പെട്ടെന്ന് പോയി ചെക്ക് ഇൻ ചെയ്യാം. റൂം ചെക്ക് ഇൻ ചെയ്തു. 207 ആണ് റൂം നമ്പർ. നല്ല കാമായുള്ളൊരു ഹോട്ടൽ തന്നെയാണിത്. നല്ല വൃത്തിയുള്ളൊരു സ്ഥലം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നോൺ AC റൂമാണേ. ചെറിയൊരു റൂമാണെന്ന് പറയുക. ഇത്രയാണ് ഇതിൻ്റെ വലിപ്പമുള്ളത്. 2 ബെഡ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ചുമരിലൊക്കെ നല്ല ഫോട്ടോകളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ടോട്ടലി കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു വൃത്തിയുള്ള റൂം തന്നെയാണ്. അത് ഓൾറെഡി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ഈ ഒരു പൈസക്ക് വെർത്തായിട്ടുള്ളൊരു മുറി തന്നെയാണ്. ഈ ഭാഗത്താണ് ടോയ്ലറ്റും ബാത്റൂമൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഈ റൂമിൽ തന്നെ TV കൂടെ അവൈലബിൾ ആണ്. ഗോയിബിബ വഴിയാണ് ഈ റൂം ബുക്ക് ചെയ്തത്. 790 രൂപയാണ് ആകെ വന്നത്. അതുപോലെ തന്നെ സമയം ഇപ്പൊ 2 മണിയായി. ഞങ്ങൾ ഈ സമയത്ത് രാജ്കോട്ടിന്റെ നഗരഭാഗത്തേക്കൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ, കാരണം നല്ല ചൂടാണ്. ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇനി ഒരു 6 മണി വരെ ഞങ്ങൾ ഇവിടെ വിശ്രമിക്കും. ശേഷം 6 മണിക്ക് ശേഷം നമുക്ക് രാജ്കോട്ടിന്റെ ഒരുപാട് കാഴ്ചകൾ കാണേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിലത്തെ ഒരു സുഹൃത്ത് ഈ രാജ്കോട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ ഡോക്ടറാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 6 മണി വരെ നമുക്ക് ഇവിടുന്ന് വിശ്രമിക്കാം. സമയം രാത്രി 7:20 ഞങ്ങൾ ഫ്രഷൊക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് പുറത്തോട്ട് പോവാം. നമ്മുടെ ആ ഒരു ചേട്ടൻ ഇപ്പം വണ്ടി കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രാത്രിയിൽ രാജ്കോട്ടിന്റെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. ഇപ്പം ഇവിടെ സൺസെറ്റ് ആയതേ ഉള്ളൂ. ഇത് ഞങ്ങളങ്ങനെ ഇവിടുന്ന് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ചേട്ടൻ. പേര് പറഞ്ഞോ? എന്റെ പേര് സൽമാൻ മുഹമ്മദ്. നമ്മളൊക്കെ ഒരേ നാട്ടുകാരാണ്. ഞാൻ കാഞ്ഞങ്ങാട് ഒരേ നാട്ടുകാര്. എല്ലാരും കാസർഗോഡാണ്. പിന്നെ ബ്രോ എന്ന് പറഞ്ഞാല് ഇവിടെ ഡോക്ടറാണ്. ഞാനിപ്പം ENT ഇപ്പൊ കഴിഞ്ഞു ഇപ്പൊ എന്തായാലും 3 years ആയിരുന്നു. MBBS കോഴിക്കോട് നിന്ന് കഴിഞ്ഞു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇപ്പൊ 3rd year ആണ് ഇപ്പൊ. നമുക്കുണ്ടല്ലോ റോഡിലേക്ക് അത്ര ശ്രദ്ധയോടെ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റൂലല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരല്ലേ. രാജ്കോട്ടില് വണ്ടി പഠിച്ച പിന്നെ ഇവിടെ വണ്ടി എടുക്കാം. അതെ. എന്തായാലും വളരെ സന്തോഷം നിങ്ങളെ കണ്ടതില്. എന്തായാലും നമ്മള് മൊറോവർ നമ്മളെ നാട്ടുകാരനല്ലേ, അപ്പൊ ഭയങ്കര തീർച്ചയായിട്ടും ഞാൻ എന്തായാലും 1.5 കൊല്ലം നിങ്ങളെ വീഡിയോസ് കാണുന്നു. നമ്മള് ഉച്ചക്ക് ഫുഡ് കഴിച്ചതാ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ്. ഇവിടുന്ന് മറ്റേ കത്തിയാവാർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈപ്പിലുള്ള ഒരു താലിയ കഴിച്ചത്. ഹോട്ടൽ മാധവ്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ ഒരു 99% പേരും ഫുള്ള് വെജിറ്റേറിയൻസ് ആണ്. ആണല്ലേ? നമ്മുടെ കേരളത്തിൽ 99% നോൺ വെജ് ആണെങ്കിൽ ഇവിടെ 99% വെജ് ആണ്. ഹോട്ടലിൽ ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ അങ്ങനെയെന്ന് വെച്ചാൽ ഓപ്പൺ ഏരിയാസിൽ നോൺ വെജ് ഉണ്ടാവില്ല. ബട്ട് ഇങ്ങനെ കുറച്ച് ഉള്ളിലോട്ടൊക്കെ ആയിട്ട് ഉണ്ടാവും. പിന്നെ 1-2 വലിയ മെക്ഡോണൽഡ്സും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒക്കെ ഓപ്പൺ ഏരിയാസിൽ ഉണ്ടാവും. എല്ലാത്തൊക്കെ ഇങ്ങനെ ചെറിയ ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഈ രാജ്കോട്ട് ഭാഗത്ത് ഹോസ്പിറ്റൽ കൂടുതലായിട്ടുണ്ടോ? രാജ്കോട്ടിൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസ് മെയിൻലി മെയിൻ ടെറിഷറി ഹോസ്പിറ്റൽ സിവിൽ ഹോസ്പിറ്റലാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയല്ലോ. മെഡിക്കൽ കോളേജ് എന്നല്ല മെയിൻലി പറയാം, ഇവിടെ സിവിൽ ഹോസ്പിറ്റൽ എന്നാ പറയാം.
ഇവിടെ ഇപ്പൊ MBBS ഒരു 200 സ്റ്റുഡൻസ് ഉണ്ട് ഒരു കൊല്ലം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 250 ആണെങ്കിൽ ഇവിടെ 200 ഉണ്ട്. പക്ഷെ ഇവിടെ മെയിൻ ഇതെന്ന് വെച്ചാൽ ഇവിടെ ഹെൽത്ത് ഫെസിലിറ്റീസ് നല്ല ഉണ്ട്. അതായത് ഇപ്പൊ ഗുജറാത്തിൽ ജനിച്ച ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ ഒരു മാക്കാട് എന്ന് വെച്ചാൽ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. അതായത് ഇപ്പം അതിലിപ്പോ ഓരോരാൾക്ക് 5 lakhs ഇൻഷുറൻസ്. അതായത് നിങ്ങൾക്ക് ആ ഇൻഷുറൻസ് വെച്ചിട്ട് എവിടെ ഈവൻ പ്രൈവറ്റിൽ വരെ കാണിക്കാം, കുഴപ്പമില്ല. അപ്പൊ ഇവിടുത്തെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ എങ്ങനെയാണ്? ആ സൈഡൊക്കെ ആയിട്ട് എല്ലാം ഉണ്ട് ഇവിടെ. പ്രൈമറി ആയിട്ട് ഞാൻ അധികം ഇവിടെ പോയിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ ടെറിഷറിയിൽ തന്നെയല്ലേ ഇപ്പൊ 3 years ആയിട്ട് ഇപ്പം സ്പെഷ്യലിസ്റ്റ് റെസിഡൻസി ഒക്കെ ഇപ്പൊ ടെറിഷറി തന്നെയാണ്. നമ്മളെ നാട്ടിലത്തെ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഗുജറാത്തിനെ വേറെ രീതിയിലാണ് കാണുന്നത്. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇപ്പൊ 3 കൊല്ലമായില്ല, എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇത് വന്നിട്ടേ ഇല്ല. പിന്നെ അവർക്ക് ഇഷ്ടമില്ലാത്തെന്ന് വെച്ചാൽ ഈ നോൺ വെജ് കഴിക്കുന്നതാണ്. പിന്നെ നമുക്ക് അതിപ്പം കോമൺ സെൻസ് ആണ്, അതിപ്പോ നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പൊ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ മുസ്ലിം ആയിട്ട് നമുക്കിപ്പം പന്നിയിറച്ചി കഴിക്കുമ്പോ ഒരു ഇതുണ്ടാവില്ല, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉള്ളൂ, അല്ലാണ്ട് വലിയ പ്രശ്നമില്ല. കാരണം ഇവിടെ ഒരു 99% ആൾക്കാരും വെജിന്റെ ആൾക്കാരാണ്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ ഫ്ലാറ്റിലും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നോൺ വെജ് കഴിക്കുന്നവര്. അതെല്ലായിടത്തും അങ്ങനെ. ഇപ്പൊ നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവും, പക്ഷെ പുറത്തൊക്കെ റൂം നോക്കുന്നെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടോ. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇപ്പൊ 3 കൊല്ലമായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഒരു കമ്മ്യൂണൽ ആയിട്ടില്ല. ഈവൻ നല്ല കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ മോശം ഇതുവരെ ഒന്നും വന്നിട്ടില്ല. രാജ്കോട്ടിന്റെ കാര്യം എനിക്കറിയട്ടെ. എനിക്കിപ്പോ എല്ലാ ഗുജറാത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. രാജ്കോട്ട് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈവൻ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മുംബൈയിൽ, അവൻ പറഞ്ഞു നിങ്ങൾക്ക് ഗുജറാത്തിന് എടുക്കാം. പിന്നെയും കമ്മ്യൂണൽ റൈറ്റ്സ് ഒക്കെ കാണുന്നതെന്ന് വെച്ചാൽ UP, ബീഹാർ, പിന്നെ ആ സൈഡില്ല UP, ബീഹാർ, രാജസ്ഥാൻ, അവിടേക്കാ പിന്നെയും കാണുന്നത്. ഇവിടെ ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പണ്ടത്തെ ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. ബട്ട് ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഒരുപാട് മാറി ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര സംഭവം നമ്മൾ അങ്ങനത്തെ ഒരു സീനായിട്ടൊന്നും ഒന്നുമില്ല ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇപ്പൊ റൈറ്റ് സൈഡ് കാണുന്നതെന്ന് വെച്ചാൽ റേസ് കോഴ്സ് റോഡ്. അതായത് ഇപ്പൊ തൃശ്ശൂർ റൗണ്ട്സ് ഒക്കെ ഇല്ലേ, അതിന്റെ നടുവിൽ അമ്പലം ഇതൊക്കെ പോലെ തന്നെ ഇതിന്റെ ഉള്ളിലും അമ്പലം ഇല്ല, പക്ഷെ കുറെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ കുറെ ഇതുണ്ട്. ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്, പിന്നെ ഷട്ടിൽ ഉണ്ട്, ടെന്നീസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഈ കാണുന്നതല്ലേ റൈറ്റ് സൈഡ്. ഇത് കണ്ടില്ലേ ഫൺ വേൾഡ് ഒക്കെ കാണുന്നില്ല, ഇതൊക്കെ പ്രൈവറ്റൈസ്ഡ് അല്ല, ഇതൊക്കെ ഗവൺമെന്റിന്റെയാണ് സംഭവമൊക്കെ ഫുള്ളും. ഞാനിത് ഗൂഗിൾ മാപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന റോഡും അടിപൊളി. റേസ് കോഴ്സ് റോഡ് എന്നാ പറയാ. ഈ റൈറ്റ് സൈഡ് കണ്ടില്ലേ. ഇതിപ്പോ ഇവിടുത്തെ മെയിൻ വേറൊരു പ്രശ്നം ഇത് എന്ന് വെച്ചാല് വേറൊരു ഇത് മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ റൈറ്റ് സൈഡ് കുറെ ഇരിക്കുന്നത് കണ്ടില്ലേ ചുറ്റും. അതെന്ന് വെച്ചാൽ ഇവരൊക്കെ ഫാമിലീസ് രാത്രി 10, 11, 12 മണിയായിരിക്കും ഇങ്ങനെ വെറുതെ ഇരിക്കും. ഇവിടെ വെറുതെ വന്നിരിക്കും. സൺഡേസ് ഒക്കെ ആണെങ്കിൽ ഫുൾ ആയിരിക്കും. അതായത് ഈ 12-1 മണി വെറുതെ ഫാമിലീസ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അവർക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് പോലീസൊന്നും ചോദിക്കൂല. നമ്മുടെ നാട്ടിലൊക്കെ പുറത്തു പോയിരിക്കുവാണെങ്കിൽ പോലീസ് എന്തിനാണ് ഇരിക്കുന്നല്ലേ. ലെഫ്റ്റ് സൈഡ് അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ നാട്ടില് നമ്മള് വിചാരിക്കും എന്തിനാ ഭ്രാന്താണ്. ഫാമിലീസിന്റെ കാര്യം പറയുന്നത്. എല്ലാ ഫാമിലീസ് അവരിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വഴിയാണ്, നല്ല സ്ഥലമാണ്, പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ. ഇതിപ്പോ നമ്മളിപ്പോ ഫുള്ള് റേസ് കോഴ്സിന്റെ ഉള്ളിൽ. അത് ഞാൻ നാളെ രാവിലെ നേരെ കാണിച്ചു തരാം. എന്നാലും റോഡുകൾ കണ്ടിട്ട് അടിപൊളി തന്നെയാണ്. റോഡൊക്കെ അടിപൊളിയാണ്. റോഡ് അതിന് 2 ടൈപ്പ് ഉണ്ട്, 2 സ്ഥലമുണ്ട്. കുറച്ച് റൂറൽ ഏരിയാസും ഉണ്ട്, ഇങ്ങനെയുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ല റോഡും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു സിറ്റി ഭാഗത്താകാം അല്ലേ. സിറ്റി ഭാഗത്ത് നല്ലുണ്ട്. ഇത് പിന്നെ 150 റിംഗ് റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടേക്ക് ആകുമ്പോൾ ഫുള്ള് മോഡേൺ ആണ്. ഇവിടെ 2 വീലറിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ഒന്നും നിർബന്ധമല്ല. പോലീസുകാർക്ക് പോലും ഇവിടെ ഹെൽമെറ്റ് ഇല്ല. ഇവിടെ പിന്നെ ഫൈൻ അടിയൊന്നും ഇല്ലല്ലോ അല്ലേ. ഇല്ല, അങ്ങനത്തെ അങ്ങനെ റെഗുലർ ചെക്കിങ് അങ്ങനെ പോലീസ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പിന്നെ വണ്ടി കയറിയ സമയം മുതലല്ലേ ഞാൻ ഈ 2 വീലർ ആൾക്കാരെ ശ്രദ്ധിക്കുന്നത്. ഏതെങ്കിലും ഒരാള് ഹെൽമെറ്റ് ഇട്ട ഇവിടെ ഹെൽമെറ്റ് ഇട്ടിട്ട് പോയാലേ നമ്മുടെ ബഹിരാകാശത്ത് നിന്ന് വന്ന ആൾക്കാരെ പോലെ ഇങ്ങനെ നോക്കും. എന്റെ കയ്യിൽ ഹെൽമെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ആദ്യം കുറച്ച് ദിവസം ഇട്ടുണ്ടായിരുന്നു. പിന്നെ കാര്യമില്ലാന്ന് മനസ്സിലായല്ലേ. കാര്യമില്ലാന്ന് വെച്ചിട്ട്. പിന്നെ ഇവിടെ ഹെൽമെറ്റ് നിർബന്ധം എന്ന് വെച്ചാൽ ഹൈവേസിൽ പോകുമ്പോ ഹെൽമെറ്റ് ഇല്ല. ട്രാഫിക് പോലീസ് ഹൈവേയില് അതായത് ഇപ്പൊ നിങ്ങൾ അഹമ്മദാബാദ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ഹൈവേ ഒക്കെ ഉണ്ടാവും. അവിടെ മാത്രമേ അവര് ചെക്ക് ചെയ്യും. അത് റെഗുലർ ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ മദ്യനിരോധനാണല്ലോ. ഇത് മദ്യം അതിപ്പോ ലീഗൽ അല്ല ഇവിടെ. അങ്ങനെ ആരും അങ്ങനെ ലീഗലായിട്ടുള്ളതൊന്നുമില്ല. ബട്ട് പുറത്തുനിന്നൊക്കെ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നതൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് അതെല്ലാം കാണിച്ചാൽ ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം ഇപ്പൊ രാജ്കോട്ട് മെയിൻ സിറ്റിന്റെ ഉള്ളിൽ തന്നെയായി സംഭവം ഫുള്ളും. രാജ്കോട്ട് എന്ന് വെച്ചാൽ മെയിൻലി ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് ഫുള്ളും. അതായത് ഇവിടെ എന്ന് വെച്ചാൽ ഫുള്ളും
അതായത് പെരിഫറലി ഇൻഡസ്ട്രിയിലൊക്കെ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊക്കെ സെറ്റിൽഡ് ആവുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെയാണല്ലേ? അവർക്കെല്ലാം നല്ല ക്യാഷ് ആയിരിക്കും ഫുള്ളും. നല്ല നമ്മള് പുറത്തുനിന്ന് കാണുന്ന പോലെ ആയിരിക്കും ആൾക്കാരുടെ അല്ലേ? ഇവരെല്ലാം വീടൊക്കെ ഫുള്ള് ചെറുതായിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെ കുറെ വലിയ വീടൊന്നും വെക്കത്തില്ല. ബട്ട് ഇവരുടെ ഫുള്ള് മലയാളികൾക്ക് വീടിന് നല്ല പ്രാധാന്യമാണ്. അതെ അതെ അതെ. അങ്ങനത്തെ ഒരു വീട് ഉണ്ടാവില്ല, സംഭവം ചെറിയ വീടായിരിക്കും. പക്ഷെ എല്ലാവരുടെ കയ്യില് വണ്ടിയൊക്കെ ഫോർച്യൂണറും അങ്ങനത്തെ ലൈഫ് സ്റ്റൈലിനാണ് ഇമ്പോർട്ടന്റ്. അതെ 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 അതെ. ഇവർ ഫുള്ളും. ഈ ഭാഗത്തിന്റെ പേരെന്താ? ഇതിപ്പം തൃക്കോൺ ഭാഗ് കഴിഞ്ഞിട്ടുള്ള സിറ്റിന്റെ അതിലെ തന്നെ റേസ് കോഴ്സിന്റെ അവിടെ തന്നെ വരുന്നത്. ഞാൻ പിന്നെ അങ്ങനെ പേരൊന്നും കുറെ പഠിച്ചിട്ടില്ല. നമ്മൾ രാത്രി ഇന്ന് രാജ്കോട്ടിലെ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കാണാൻ വേണ്ടി പോകുന്നത്. അട്ടൽ സരോവർ, അത് ഇവിടുന്ന് എത്ര കിലോമീറ്റർ? ഒരു 7 കിലോമീറ്റർ. എത്ര മണി വരെ ഉണ്ടാവില്ല? അത് 11:30 വരെ ഉണ്ടാവും. അപ്പൊ ലാസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോവാം. അതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടുത്തെ രാജ്കോട്ടിലത്തെ സ്വാമിനാരായണൻ ടെമ്പിൾ ഉണ്ട്. ഈ ഗുജറാത്തിലത്തെ കുറെ ക്ഷേത്രങ്ങളെ പേരിൽ സ്വാമിനാരായണൻ ടെമ്പിൾ ആണ്. നമ്മളെ ദ്വാരകയിൽ പോയ സമയത്ത്, ഭുജിലൊക്കെ പോയ സമയത്ത് കണ്ടല്ല. അപ്പൊ നേരെ അങ്ങോട്ടേക്ക് പോവാം. നടന്നു പോകാനുള്ള നല്ല വഴികളാണ്. ഈ ഭാഗത്താണ് ക്ഷേത്രം. രാജ്കോട്ടിലെ സ്വാമിനാരായൺ ക്ഷേത്രം ഇവിടെയാണ്. ക്ലാസിക്കൽ വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ആ ലൈറ്റിങ്ങിൽ തന്നെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു തിളക്കം കാണാലോ. ഇതിൻ്റെ തൊട്ട് ഈ ഭാഗത്തായിട്ട് തന്നെ ഇത് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു കെട്ടിട സമുച്ചയമാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ശരിക്കും രാത്രി തന്നെയാണ് ഈ ഭാഗമൊക്കെ വന്ന് സന്ദർശിക്കേണ്ടത്. കാരണം ഈ ഒരു ലൈറ്റിംഗ് ആണല്ലോ മെയിനായിട്ട്. ഇവിടെയൊക്കെ നമുക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഈ ഭാഗത്ത് തന്നെ ഒരുപാട് ആൾക്കാരിരിക്കുന്നുണ്ട്. ഇതുവഴിയാണ് മെയിൻ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ കടന്നു പോകേണ്ടത്. ഈ ഭാഗത്ത് തന്നെ 2 ആനകളെ നമുക്ക് കാണാം. ഒന്ന് ആ ഭാഗത്തും ഉണ്ട്, ഇതാ അവിടെ ആയിട്ടും ഉണ്ട്, ഒന്നിതാ ഇവിടെ ആയിട്ടും. ഇനിയിപ്പോൾ ഇതുവഴി നടന്ന് ക്ഷേത്രഭാഗത്തോട്ട് പോവാം. ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ എടുത്തു പറയേണ്ടത് തന്നെയാണ്. മാർബിൾ കൊണ്ടാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അതിൻ്റെ ആ തൂണുകളിലെ കൊത്തുപണികളൊക്കെ നമുക്ക് കാണാം. ഓരോരോ തൂണിനും വ്യത്യസ്തമായ രീതിയിലാണ് പണികളൊക്കെ കഴിപ്പിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ മെയിൻ ഭാഗമൊക്കെ ഇവിടെയാണ്. ക്ഷേത്രഭാഗത്തെ ഈ കാഴ്ചകളിൽ നിന്നൊക്കെ നമ്മളിനി ഇറങ്ങുവാണ്. നിങ്ങൾ തീർച്ചയായും രാജ്കോട്ടിലൊക്കെ വരുവാണെങ്കിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് സന്ദർശിക്കുക. മനസ്സിന് തന്നെ നല്ലൊരു ആശ്വാസമാണ്. കാരണം അധികം വലിയ തിരക്കില്ല, കാമാണ് ഈ ഭാഗങ്ങളൊക്കെ. തൊട്ട് മുന്നിലൂടെ തന്നെയാണ് മെയിൻ റോഡ്. രാജ്കോട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഹൈവേ ആണിത്. 150 റിംഗ് റോഡാണിത്. ഇപ്പൊ ഇതിന്റെ സെന്ററിൽ എന്ന് വെച്ചാല് ഇവിടെ ഒരു പ്രൈവറ്റ് ഇതില്ല, ഇവിടുത്തെ ഗവൺമെന്റ് ബസ്സിന് പോകാൻ പറ്റിയ ഒരു റോഡാണ്. ഓ, ഇത് ബസ്സിന് വേണ്ടി മാത്രം? ബസ്സിന് ഈ സെന്ററിൽ ഒരു റോഡ് വരുന്നുണ്ട്. ഈ സെന്ററിൽ ഒരു റോഡ് വരുന്നുണ്ട്. ഓ, ഇവിടെയാണ് ബസ്സിന്റെ ആ ഒരു ഇവിടെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. നമ്മുടെ കർണാടകയിൽ ഹുബ്ബള്ളി അതുപോലെ തന്നെ അഹമ്മദാബാദിലൊക്കെ ഇടുന്നുണ്ട്. അഹമ്മദാബാദ് കാണുന്ന സാധനം. ആ ബസ് ഇപ്പൊ വരും അങ്ങനത്തെ ഇത് എവിടെ വന്നിട്ടുണ്ട് സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അത് ഓൺ ആവും. അതായത് ഇപ്പൊ ഈ മറ്റേ മുംബൈയിലൊക്കെ മെട്രോ ഇതില്ല, മെട്രോ ട്രെയിൻസ് ഇല്ല, അതേപോലെ തന്നെ ഇവിടെ ബസ് സർവീസ് എന്ന് വെച്ചാൽ അതായത് ജസ്റ്റ് അവർക്ക് ഒരു സ്റ്റോപ്പ് ഒന്നും ഉണ്ടല്ല. ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനത്തെ കുറച്ച് ബസ് സ്റ്റോപ്പ് ഉണ്ടോ. ഇത് ഇപ്പൊ പോകുന്നുണ്ടില്ല. ഇതാകുമ്പോ നമ്മുടെ കൊച്ചിയിലെല്ലാം ബസ്സെല്ലാം വരുന്നത് ഇടക്ക് കേറിയിട്ട് ഇതുപോലെ എല്ലായിടത്തും വേണമല്ലേ? അതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് ആൾക്കാർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് എത്തിക്കും. ഇങ്ങനെ ഇടക്ക് ബ്ലോക്ക് ഒന്നും വരില്ല. മറ്റു വണ്ടികൾ ബാധിക്കൂല. മറ്റു വണ്ടികൾ എത്ര ബ്ലോക്ക് ആണെങ്കിലും അവർക്ക് ബാധിക്കില്ല. ഗുജറാത്ത് അഹമ്മദാബാദിലും ഇവിടെയും കണ്ടു അല്ലേ? അത് ഇവിടുത്തെ ഗുജറാത്തിലെ മെയിൻ സിറ്റീസിലെല്ലാം ഉണ്ട്. സൂറത്തിലുണ്ട്, രാജ്കോട്ടിലുണ്ട്. അതേപോലെ ബസ് അങ്ങനെ പോകുന്നത് മിനിറ്റിന്, അതായത് 2 മിനിറ്റിന് ബസ് ഉണ്ടാവും. ഇലക്ട്രിക്കും തന്നെ ഭയങ്കര റേറ്റ് ഭയങ്കര ചീപ്പാണ്. ചെറിയൊരു പൈസ ആയിട്ടുള്ളൂ. ഇതാണ് ആ പറഞ്ഞ ബസ് സ്റ്റാൻഡ്. ഈ ഡോറൊക്കെ ആ ബസ് വരുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. നമ്മുടെ നാട്ടിലോട്ടും ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ വരണം എന്നാണ് പറയാനുള്ളത്. എന്നാൽ നല്ല മാറ്റം ഉണ്ടാവും. പക്ഷെ സ്ഥല പരിമിതി ഭയങ്കരമായിട്ടുണ്ടല്ലോ. അത് വലിയ പ്രശ്നമാണ്. അതുണ്ടല്ലോ. പിന്നെ നമ്മുടെ ഇത്ര നല്ല ഇപ്പൊ ഈ ഒരു ഹൈവേക്ക് തന്നെ നല്ല വീതി ഉണ്ടല്ലോ. ഈ റൈറ്റ് സൈഡിലുള്ളതൊക്കെ കൂടുതലും ഫുഡ് കോർട്ടുകളാണ്. ഒരു ബ്രിഡ്ജാണ്. നമുക്ക് ഇനിയും കുറച്ച് കിലോമീറ്ററും കൂടെ പോകാനുണ്ട്. നമ്മൾ നേരത്തെ ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? ഈ പോകുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾ ഹെൽമെറ്റ് ഇട്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഹെൽമെറ്റ് നോക്കണ്ട. അങ്ങനെ കണ്ടാൽ അത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാവും. അല്ല, ഈ പിന്നെ
ഗുജറാത്ത് ഇവര് ഒരു ഗവൺമെന്റ് വരുമാനം എന്ന് പറഞ്ഞാൽ മദ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ലോട്ടറി, പിന്നെന്താ പറയാ ഈ നമ്മുടെ ക്യാമറ, ഈ ഫൈനൽ, ഇതൊന്നും അല്ലല്ലോ. അതൊന്നുമില്ല, അവർക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ മെയിൻ എന്ന് വെച്ചാൽ ഇവിടെ കുറെ ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പൊ അതിന്റെ റവന്യൂ തന്നെ അത്യാവശ്യം നല്ല ഉണ്ട് ഇവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇത് ആംബുലൻസ് ആ ബസിന്റെ കൂടെ അല്ലേ ആംബുലൻസ് അങ്ങനെ എമർജൻസി ഒക്കെ അതിൽ അങ്ങ് പോവാലോ. ബ്ലോക്കിൽ അത് ഏറ്റവും വലിയ കാര്യം അല്ലേ, ഗുണം തന്നെയാണ്. നല്ല റോഡ്, മുഴുവനും ബിൽഡിങ്ങുകള്, എന്തുകൊണ്ടും അടിപൊളി. അല്ല ഇവര് എനിക്ക് തോന്നുന്ന വെച്ചാൽ ഈ റോഡ് ഈ സൈഡിലൊക്കെ ഇവര് ബിൽഡിങ്ങിന് അതിന്റെ ബ്യൂട്ടിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ. എല്ലാവരും നല്ല ലൈറ്റിംഗ് സെറ്റിംഗിലാക്കിട്ടായിരിക്കും. ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ ആണ്. ഇപ്പൊ നമ്മള് നോയിഡയിലും നോയിഡയിൽ പോയപ്പോ കണ്ട അതേ ഒരു സ്ട്രക്ചർ എല്ലായിടത്തും എല്ലാം കാണാൻ വേറെ തന്നെ ഒരു വ്യൂ തന്നെയാണ്. കോട്ടുകൾ, നല്ല കടകൾ കാണുമ്പോൾ തന്നെ അല്ലേ, എല്ലാം ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ്. എന്താ അല്ലേ കെട്ടിടങ്ങളൊക്കെ, RK വേൾഡ് ടവർ ഈ ഭാഗത്ത് കണ്ടതാ. ഗുജറാത്തിലെ ഒരു നഗരത്തിന്റെ കാഴ്ചയാണ്. ഇതിന്റെ പുറത്തോട്ട് ഒരുപാട് കണ്ട് അവിടെ ഒരു മരം ഉണ്ടതാ. ഈ റോഡ് വഴി നേരെ പോയാൽ നമുക്ക് ജാംനഗറിലേക്ക് എത്താം. അതുപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇല്ലേ, സൗരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം, അപ്പോൾ അതിന്റെ അടുത്തോട്ട് എത്താം. പിന്നെ നമ്മുടെ അടൽ സരോവറിന്റെ അടുത്തോട്ട് എത്താം. രാജ്കോട്ട് സിറ്റി ഇവിടെ കഴിഞ്ഞു. ഈ സൈഡ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഒരു 90 കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ ജാംനഗർ എത്തി. നല്ല റോഡല്ലേ അല്ലേ, അടിപൊളി റോഡാണ്, കൊള്ളാം. 1, 2 ഇത് 3 വരിക അതോ 4 വരിക? 3 വരി. കാറിലെടുത്താലും സ്പീഡിൽ പോകുന്നത് അറിയുപോലും ഇല്ല. പക്ഷെ പകൽ ടൈമില് 2 വീലറിൽ പോകാനേ പറ്റില്ല അല്ലേ, ചൂടില് അല്ലേ? ഇല്ല, പകല് ടൈം എന്ന് വെച്ചാല് ഉച്ചക്ക് എന്ന് വെച്ചാൽ ഇവിടുത്തെ വെയിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ പൊള്ളുന്ന വെയിലായിരിക്കും. പക്ഷെ പൊള്ളുന്ന വെയിലാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ചൂടെടുക്കില്ല, മനസ്സിലായി. ആ കാറ്റുണ്ടാവും ചെറുതായിട്ട്. ആ നാട്ടിലെ പോലെ അങ്ങനെ ഹ്യൂമിഡിറ്റി ഉണ്ടാവില്ല നല്ലോണം. ഇവിടെ ഹ്യൂമിഡിറ്റി കുറവാണ്. പക്ഷെ എന്ത് ഭംഗിയല്ലേ ഈ ഒരു റോഡ് വഴിയൊക്കെ യാത്ര ചെയ്യാൻ. പിന്നെ ഈ കാറിന്റെ വിൻഡോ കുറച്ച് പ്രശ്നമാണ്, അതുകൊണ്ടാണ് അധികം ഒരു തെളിച്ചമില്ലാതെ നിൽക്കുന്നത്. രാജ്കോട്ട് സിറ്റീന്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മളിപ്പോ മാറിയേ. ഇപ്പൊ കണ്ടാ മനസ്സിലാവില്ല, ഒരു കാട് വഴിയാണ് പോകുന്നത്. പക്ഷെ ഇനിയാണ് കാണാനുള്ള കാഴ്ചയുള്ളത്. നല്ല അടിപൊളി വ്യൂവിന് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ നിന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. അത് കാണിക്കുമ്പോൾ എൻ്റെ ദൈവമേ നമുക്ക് വഴിമാറി പോയോന്നെല്ലാം വിചാരിക്കും. പക്ഷേ കാണാൻ പോകുന്ന കാഴ്ചകൾ ഇനി നിങ്ങൾ തന്നെ കണ്ടോ. ആ റോഡിൽ നിന്നൊക്കെ മാറിയതാ അടിപൊളി ഭാഗത്തെത്തിയില്ലേ. ഇപ്പൊ ഇവിടെ മുതൽ ഇതാ കാഴ്ച തുടങ്ങിയിരിക്കുകയാണ്. റൈറ്റ് സൈഡ് ഒക്കെ ഇവിടെ ഈ റൈറ്റ് സൈഡിലാണല്ലേ? റൈറ്റ് സൈഡ് ബസ് സർവീസ് ഉണ്ടല്ലേ? ബസ് സർവീസ് ഉണ്ട്. അത് നമ്മൾ കണ്ടതില്ലേ, ലിങ്ക് വരും. ഈ റൈറ്റ് സൈഡില്ലേ, റൈറ്റ് സൈഡാണ് മെയിൻ. അത് ആ സൈഡ് ഫ്ലാഗ് ഒക്കെ വരുന്നത് ആ ഭാഗത്ത്. ഫ്ലാഗും പാർക്കും എല്ലാം അവിടെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ അവൈലബിൾ ആണോ? ഉണ്ട്. രാത്രി നൈറ്റ് 10-10:30 വരെയൊക്കെ ഉണ്ട്. 8:30 നമ്മുടെ സൽമാൻ ബ്രോ അവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ഇവിടെയാണ് ഇനിയിപ്പം കയറി പോകേണ്ടത്. അടൽ സരോവർ പാട്ടൊക്കെ വെച്ച് അടിപൊളിയാണ്. ഇവിടുന്ന് കാണുമ്പോൾ ഒരു വെറൈറ്റി തന്നെയാണ്. ഇതുവഴി കയറി വന്ന് ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച കണ്ട നല്ല ലൈറ്റിംഗ് ആണ്. പിന്നെ നമ്മുടെ ഫ്ലാഗ് ഇതാ ഇവിടെ. ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് നടന്നിട്ട് പോവാം. പിന്നെ സൽമാൻ ബ്രോ എത്രയാണ് ടിക്കറ്റ് ചാർജ് വന്നത്? ഇവിടെ 25 രൂപ ഒരാൾക്കല്ലേ? അപ്പോൾ ചീപ്പ് തന്നെയാണ്. കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തേക്കും നടന്നിട്ടെല്ലാം വരാമല്ലോ. ഇതാ ഈ ഭാഗത്തേക്ക് നടക്കാം, ഇതുവഴി നടക്കാം. പിന്നെ അവിടെയാണ് രാജ്കോട്ട് എന്നുള്ളൊരു ചെറിയൊരു സെൽഫി പോയിന്റ് ഒക്കെ ഉള്ളത്. നമുക്ക് എല്ലാ ഭാഗത്തേക്കും നടന്നിട്ട് പോവാം. വലിയ തിരക്കൊന്നും തന്നെ ഇല്ല. കാരണം ഇത് വിശാലമായിട്ടാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ആൾക്കാർ കൂടുതലായിട്ടുണ്ടോയെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഓരോരോ ഭാഗത്തായിട്ട് ആൾക്കാരുണ്ട്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. എന്തായാലും അടൽ സരോവർ ലേക്കാണ് നമ്മുടെ തൊട്ട് മുന്നിലായി കാണുന്നത്. ഇതൊരു മനുഷ്യനിർമ്മിത ലേക്കാണ്, അതായത് മനുഷ്യനിർമ്മിതമായ തടാകമാണ്. ഒരുപാട് റൈഡുകളൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്തായി കാണാം. പിന്നെ ഇവിടെയാണ് ഫുഡ് കോർട്ട്.
ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ചെറിയൊരു സ്ഥലം നമുക്ക് അവിടെ കാണാം. പിന്നെ ഈ ഭാഗത്തേക്ക് ഇതാ നമുക്കിങ്ങനെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളാണ്. എല്ലാവർക്കും നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരുപാട് ബിൽഡിങ്ങുകളും ഒരുപാട് ഷോപ്പുകളും എന്തൊക്കെയുണ്ട്. പിന്നെ നമ്മുടെ ഈ ലേക്കിന്റെ സൈഡിലുണ്ടല്ലോ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഇല്ലേ, നമ്മുടെ ഓറഞ്ച് വെള്ള പച്ച കളറൊക്കെ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട്. എല്ലാം കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇവിടുത്തെ ഫാമിലീസിനൊക്കെ ഉണ്ടല്ലോ രാത്രിക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഈ ഒരു അട്ടൽ സരോവർ പാർക്ക് 75 ഏക്കറിലാണ് ടോട്ടലി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇതേപോലൊക്കെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ഭംഗിയായേനെ അല്ലേ. നമുക്കെല്ലാം ഇങ്ങനെ പറയാന്നല്ലാതെ വരുമായിരിക്കും, പ്രതീക്ഷിക്കാം. എല്ലാം പ്രതീക്ഷയാണല്ലോ. പിന്നെ ഇവിടെ എല്ലാ ഭാഗത്തും സ്പീക്കറുണ്ട്, നല്ല പാട്ടുകളൊക്കെ വെച്ച് അടിപൊളിയാണ്. ഇവിടെ നല്ല രീതിയിൽ തന്നെ രാജ്കോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗുജറാത്തിയാണ് എഴുതിയിട്ടുള്ളത്. ഇത് റംഗീലു എന്നാണ്, അതായത് ആ ഹിന്ദീൻ്റെ ആ ഒരു ഏകദേശം ധാരണ വെച്ചിട്ടാണ് നമ്മളത് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് പൊതുവെ ഗുജറാത്തി അറിയില്ല. ഗുജറാത്തി ഭാഷേന്റെ മേലെ മറ്റേ നമ്മുടെ ഹിന്ദിക്ക് മേലെ ഒരു ലൈൻ ഉണ്ടല്ലോ, അതില്ലല്ലോ. അപ്പൊ ആ ലൈൻ മാറ്റി വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ധാരണ വെച്ച് പറഞ്ഞാണ് റംഗീലു രാജ്കോട്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് ഇതാ വെള്ളത്തിന്റെ കുറച്ച് പരിപാടികളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. പിന്നെ ഇതുവഴിയൊക്കെ നമുക്ക് നടന്നു പോയാൽ ആ ഭാഗത്തും മറ്റൊരു ഫുഡ് കോർട്ടും ഉണ്ട്. അപ്പോൾ കുറേ ഫുഡ് കോർട്ടുകളുണ്ട് ഇവിടെ. രാത്രിക്ക് തന്നെ ഇതുവഴി വരണം, കാരണം ഈ ലൈറ്റൊക്കെ കാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇതൊരു ഗാർഡനാണ്. ഇത് അവിടെയൊക്കെ പോയിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ആ ഒരു ഭാഗത്തു നിന്നാണ് വീഡിയോ ഒക്കെ കവർ ചെയ്തത്. ഇവിടെയാണ് ഫ്ലാഗൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് കാണുന്നൊരു വ്യൂ കണ്ട അടിപൊളിയല്ലേ. ഈ റൈഡിനൊക്കെ പുറമെ അതിലൂടെ ചെറിയൊരു ടോയ് ട്രെയിൻ പോകുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ട്രാക്കാണ് ഇവിടെ കാണുന്നത്. അത് നേരെ അതുവഴി അങ്ങ് കടന്നു പോകും. ഈ സമയത്ത് അതൊന്നും സർവീസ് ഇല്ല കേട്ടോ, പകൽ ടൈമിലാകാം. 75 ഏക്കറിലാണ് ഈ പറയുന്ന പാർക്ക് വ്യാപിച്ചു കിടക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ക്യൂബ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഗുജറാത്ത് ടൂറിസം, ഈ പറഞ്ഞ 3 ഇവയൊക്കെ കൂടി സഹകരിച്ചിട്ടാണ് ഈ പറഞ്ഞ അട്ടൽ സരോവർ പാർക്ക് മുന്നോട്ട് പോകുന്നത്. ഇതുവഴിയാണ് നമ്മൾ ആദ്യം കയറി വന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചയെന്നൊക്കെ നമ്മൾ മടങ്ങിയാണ്. ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെ അല്ലേ. നമ്മൾ നടന്നു വരുന്ന വഴി മൊത്തം നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഹിന്ദി പാട്ട്. ശരിക്കും പറഞ്ഞാലുണ്ടോ ഇതൊക്കെ കേട്ട് നടക്കാൻ തന്നെ നല്ല വൈബാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതുവഴി തന്നെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. ഇനിയിപ്പം പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം. 9:30 കഴിഞ്ഞ സമയം 10:30 ആയേ. നമ്മളിപ്പോൾ ബർഗർ കിങ്ങിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം. ഇത്രയും കാര്യങ്ങളാണ് ഓർഡർ ചെയ്തത്. ഓരോന്നായിട്ട് പറഞ്ഞാൽ മതി. ചിക്കൻ ബോൺലെസ് ചിക്കൻ ഉണ്ട്, പിന്നെ നമ്മുടെ ചിക്കൻ റാപ്പ് ഉണ്ട്, പിന്നെ ഒരു ഇത് സ്പൈസി കൊറിയൻ ചിക്കനാണ്. നല്ല കുറച്ചൊരു എരിവുള്ള കാര്യങ്ങളാണ്. പിന്നെ ചിക്കൻ ടാക്കോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് കഴിക്കുന്നത്. ടാക്കോസ് ഫസ്റ്റ് ടൈമിന് ഇപ്പം ബർഗർ കിങ്ങിൽ തന്നെ ആദ്യമായിട്ട് തന്നെ കയറുന്നത്. അപ്പോൾ കഴിച്ചു തുടങ്ങിയാൽ മതി. ബോൺലെസ് എരിവില്ലല്ലോ. ആ എരിവുള്ളത് ഇതിനാണ്. ഇതാ ഈ സാധനത്തിന് എരിവുണ്ടാവുക. 11:25 ആയേ. ഇപ്പോഴും ഈ റോഡിലൂടെ ഒരുപാട് വണ്ടികളൊക്കെ പോകുന്ന കാണാം. ഇനിയിപ്പോൾ ഞങ്ങൾ വണ്ടി കയറി നേരെ റൂമിലോട്ട് പോവുകയാണ്. പിന്നെ ഒരുപാട് ഭാഗത്തേക്ക് നമ്മളെ സൽമാൻ ബ്രോ നമ്മളെ കൂട്ടി പോയി. അപ്പോൾ പോയിട്ട് കിടന്നുറങ്ങട്ടെ. ഇനി നാളെ രാവിലെ കാണാം. 12 മണി. ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ നേരത്തെ 6 മണി, ഒരു 7 മണി മതിയല്ലോ. 7 വിളിക്കാം. അപ്പൊ നമുക്ക് 7 മണിക്ക് രാവിലെ എനിക്ക് വേറെ സ്ഥലത്തേക്ക് ഇതുവരെ കാണാത്ത സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പൊ ഗുഡ് നൈറ്റ്. എന്നാ ഗുഡ് നൈറ്റ് കേട്ടാ. 12:10 ഒരുപാട് ലേറ്റ് ആയി. പക്ഷേ രാജ്കോട്ടിനെ വെച്ച് നോക്കുമ്പോൾ അതൊരു ലേറ്റേ അല്ല. ഇപ്പോഴും ഒരുപാട് ഫാമിലീസ് പുറത്തുണ്ട്. അവരൊക്കെ അവിടെ നിന്ന് ഒരു 2 മണിയൊന്നും ആവാതെ റൂമിലേക്കൊന്നും പോവില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നൈറ്റ് ലൈഫ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു നഗരം തന്നെയാണ് രാജ്കോട്ട്. കാരണം മനു പറഞ്ഞ പോലെ ഒരുപാട് കുടുംബങ്ങൾ വരുന്ന വഴിക്കിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വണ്ടികളും വാഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടും നൈറ്റ് ലൈഫ് നമുക്ക് എടുത്ത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ രാജ്കോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയിൽ 6ാമത്തെ നഗരമാണ് ഈ രാജ്കോട്ട്. നമ്മൾ പോകുന്ന വഴി തന്നെ അതൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പിന്നെ അതുപോലെ തന്നെ
ഈ രാജ്കോട്ട് ഗുജറാത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഈ പറയുന്ന ഈ രാജ്കോട്ടൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു മേഖലനെ പറയുന്ന മറ്റൊരു പേര് കൂടി ഉണ്ട്, സൗരാഷ്ട്ര. അപ്പൊ ഈ നേരത്തെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പേരൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ പറയുന്ന പേര് സൗരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന പേരിലാണ്. അപ്പം അതൊക്കെയാണ് ഈ രാജ്കോട്ടിനെ കുറിച്ച് പൊതുവായി പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പൊ എന്താ പറയുക, രാജ്കോട്ടിന്റെ ഒരു വീഡിയോ കൂടെ വരാനുണ്ട്. ആ ഒരു കാഴ്ചകളൊക്കെ അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പൊ ചേട്ടൻ നേരത്തെ ചേട്ടൻ തന്നെ വന്നു തോന്നുന്നു. നമ്മള് ചേട്ടൻ നമ്മളെക്കാട്ട് വയസ്സ് മൂത്തിയാണ്, നമ്മൾ ബ്രോ എന്ന് വിളിക്കുന്നത്. നമ്മളെ കാസർഗോഡുകാരാണ് സൽമാൻ ബ്രോ ഇടക്കിടക്ക്. തീർച്ചയായും. അപ്പൊ നാളെ രാവിലെ തന്നെ വിളിക്കണം, ഞാൻ എന്തായാലും വരുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാരും കൂടി ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. അതിന്റെയൊക്കെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു ബൈ.